ഞാനൊരു പുതിയ കുക്കിംഗ് വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് ബ്രിഞ്ചോളിൻ്റെ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രിഞ്ചോൾ വെച്ച് അത് വെറൈറ്റി കറിയാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കുകയാണ് ബ്രിഞ്ചോൾ വെച്ചൊരു മോരുകറി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിഞ്ചോൾ വാങ്ങിക്കുക. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. കാരണം ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും, ഷോർട്ട് ഫിലിംസും വരുന്നതായിരിക്കും. ആദ്യം നമ്മൾ ബ്രിഞ്ചോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക, കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അത് പാനിലിട്ട് ഫ്രൈ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ആക്കുന്നുണ്ട്. സോ എന്തായാലും ഇനി ഫ്രൈ ചെയ്തിട്ട് അത് എടുത്തിട്ട് ബാക്കി പണിയണം. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അമ്മയുടെ ഇത്തിരി ബ്രിഞ്ചോൾ ഫ്രൈയും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടി ഉണ്ട്. നല്ല നട്ടുച്ചയ്ക്ക് കണ്ടോ, നല്ല വെയിലാണ് ഗൈസ് ഇവിടെ. അപ്പോഴാണ് നമ്മുടെ സാധനത്തിൻ്റെ മണം ഏതാ ലെവലെന്നറിയോ. അങ്ങനെ നമ്മുടെ സാധനം ഉണ്ടാക്കേണ്ട സമയമായിരിക്കുകയാണ്. നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇത്തിരി ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് അളവൊക്കെ അറിയാമല്ലോ. സൺഫ്ലവർ ഓയിൽ ഇത്തിരി ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ തീ ഉണ്ട് ലോ ഫ്ലെയിമിൽ. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കടുകിടാം. ഈ എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് നമുക്കിതിൽ കടുകിടാം. കടുകിട്ടിട്ട് നമുക്ക് അപ്പം നമ്മൾ തീ ഒന്ന് കൂട്ടിയിടുക, കാരണം എണ്ണ ഒന്നും അധികം ചൂടായിട്ടില്ല. നമ്മൾ കടുകിട്ടിട്ട് നമുക്ക് ഇത്തിരി അതിൻ്റെ അകത്ത് നമുക്കൊരു കുഞ്ഞു ജീരകം ഇടണം. കുഞ്ഞു ജീരകം ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അതൊക്കെ മറ്റേ കടുകൊക്കെ പൊട്ടുമ്പോൾ കുഞ്ഞു ജീരകം ഇടണം. ചെറിയ ജീരകം. അതിൻ്റെ അകത്ത് നമുക്ക് കുഞ്ഞുള്ളി മുറിച്ചതും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കണം. സോ നമ്മളത് മീൻസ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം, ഇളക്കി ഒന്ന് ഇതാക്കണം. അതിനുശേഷം നമ്മൾ നല്ല വറ്റമുളക്, ചുവന്ന മുളക്, ഡ്രൈ ചുവന്ന മുളക് എടുത്തിട്ട് ഒന്ന് കഴുകുക. എന്നിട്ട് മറ്റേ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മുടെ മോര്, നിങ്ങളുടെ കയ്യിൽ യോഗട്ടാണ് ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ യോഗട്ട് മിക്സിയിലടിക്കുക. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ യോഗട്ടാണ്, മോരും ഉണ്ട്, പക്ഷെ ഞങ്ങൾ യോഗട്ടാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യോഗട്ട് എടുത്തിട്ട് ഞങ്ങൾ അടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ യോഗട്ടാണ് യൂസ് ചെയ്യുമെങ്കിൽ ഒന്ന് അടിച്ച് വയ്ക്കുക. അത് അല്ല മോരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമലായിട്ട് ഒഴിക്കാം. സോ ആദ്യം ഇനി നമുക്ക് ഇത്തിരി കായം ഇടണം. കായം ഇട്ടിട്ട് വേണം നമുക്ക് കുറച്ച് കായം, നിങ്ങൾക്ക് അളവ് മനസ്സിലാവുമല്ലോ. മെയിൻ മോരൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മോരൊഴിക്കുമ്പോൾ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോവും. അപ്പോൾ മോരൊഴിക്കുമ്പോഴും നമ്മളിങ്ങനെ മീൻസ് നല്ലോണം ഇളക്കി കൊടുക്കുക. ചൂടായതിനു ശേഷം നമ്മൾ മോരൊഴിക്കാൻ പോകും. നല്ലോണം ഇളക്കുകയാണ്, കാരണം അത് പിരിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാവും. പിന്നെ ഇതുപോലെ ഇരിക്കണം മോര്. കണ്ടോ, ഇപ്പോൾ നല്ലൊരു മണം വരും. അങ്ങനെ ഒരു ഇതാണ്, അത് നല്ല മണമാണ്. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഞ്ചോളാണ്. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് തന്നെ എടുത്തിടുകയാണ്. അതാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമായിരുന്നു, അപ്പോൾ ചൂടും ഉണ്ടാവും, പിന്നെ കുറച്ച് എണ്ണയും നമുക്ക് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ എണ്ണേൻ്റെ ഒരു ചുവയും ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ഇട്ടതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി ഇതാക്കുക. നമ്മൾ നല്ലോണം അത് അത്രയും നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. രണ്ട് ബ്രിഞ്ചോൾ നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ
ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ വെച്ചമാരെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. നമുക്ക് നല്ല ഫ്രൈ ഇട്ട് വേറെ ലെവലായിരുന്നു ഗൈസ്. ഞാൻ സ്വർഗം കണ്ടു. അത്രയും ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ അടിച്ചോടിക്കുക. മറ്റേ പിന്നെ വരാം. ബൈ.